പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേണലിന്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ ക്രിഷ്. മാത്രവുമല്ല, കൺമണിയെ കാണാൻ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല. ഇതോടെ ആകെ കൺഫ്യൂഷനിലാകുന്നു. എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇതോടെ ഒടുവിൽ കേണലിനെ കാണുന്നതിനായി ക്രിഷ് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് കേണലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ പറ്റി വ്യക്തമാക്കുകയാണ് സെക്യൂരിറ്റിക്കാരൻ. ക്രിഷ് വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഡിസിപ്ലിൻ, അതാണ് കേണലിന്റെ മെയിൻ. അയാളെ ധിക്കരിച്ചുകൊണ്ട് ഒരാൾക്കും ഇവിടെ മുന്നിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം ഇത്രയധികം ദേഷ്യം. ഓഹോ, എന്നാൽ കേണലിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇതോടെ കേണലിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ക്രിഷ് കാര്യങ്ങൾ സംസാരിക്കുകയായി. ഇതോടെ കേണൽ, നീ പറയുന്നതെല്ലാം കേൾക്കാം, പക്ഷേ ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അതെന്താണ്? മറ്റൊന്നുമല്ല, ഇവിടെ ഈ എസ്റ്റേറ്റിലെ തർക്കമൊന്ന് പരിഹരിക്കണം. കമ്പനി നീ ഏറ്റെടുത്ത് മുന്നിലേക്ക് നയിക്കണം. എന്താ, പറ്റുമോ? അതിനെന്താ, അതിനെനിക്ക് പറ്റും. കാരണം എനിക്കതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഈ സമരമെല്ലാം തീർത്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യം ചെയ്തു തരാം. എന്താ, അതുപോരെ? എന്നാൽ അത് മതി. എന്തായാലും ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് നീ പിന്മാറാതിരുന്നാൽ മാത്രം മതി. അതിനെന്താ, ഞാൻ പിന്മാറുകയൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകും. ഈ ഉറപ്പ് നൽകിക്കൊണ്ട് സമരക്കാരോട് സംസാരിക്കാൻ ചെല്ലുകയാണ് ക്രിഷ്. പക്ഷേ ഇതേ സമയം സമരക്കാരാകട്ടെ നമ്മുടെ അവകാശം നേടിയെടുക്കുന്നതിനുള്ള അവസാന ശ്രമമാണ് ഇത്. സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഇനി വർക്കിന് തൽക്കാലത്തേക്ക് കയറരുത്. കയറിയാൽ നമ്മൾ തന്നെയാണ് തോൽക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇതോടെ സമരക്കാരെല്ലാം ഉറപ്പിച്ചു നിൽക്കുന്നു. ഈ സമയമാണ് ക്രിഷ് അവിടേക്ക് വരുന്നത്. അല്ല, കാര്യങ്ങൾ നടക്കില്ലേ? എന്തു പറയുന്നു? ഇല്ല, സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. ആ കാര്യം ക്രിഷ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ക്രിഷ് ആദ്യം മയത്തിൽ പറയുന്നുവെങ്കിലും കാര്യങ്ങൾ വിട്ട് കളയുന്നതിനായി അവർ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശങ്ങൾ നേടിയെടുക്കണം. അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യും. പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതോടെ ക്രിഷിന്റെ കൺട്രോൾ വിടുകയും ക്രിഷ് അവിടെയുള്ള ആളുകളുമായി തട്ടിക്കയറുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഇതെല്ലാം കാണുന്ന ആളുകൾ തൽക്കാലത്തേക്ക് ക്രിഷിനെ പിടിച്ചു മാറ്റുന്നുവെങ്കിലും ക്രിഷിനോട് ഇതേ തുടർന്ന് ഇങ്ങനെ പോയാൽ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ താൻ കൊടുത്ത വാക്കിനെ പറ്റി ആലോചിക്കുകയാണ് ക്രിഷ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമല്ല എന്ന് ക്രിഷ് തിരിച്ചറിയുന്നു. ഇതോടെ കൺമണിയുമായി ചേർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി. ഇതിനിടയിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ബലരാമൻ സാഗറിനെ അച്ഛ എന്ന് വിളിക്കുന്നത്. ഇതോടെ സാഗർ ഒന്ന് ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് അങ്ങനെ നീ വിളിക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ താൻ തൻ്റെ അച്ഛനെയും അമ്മയെയും തിരികെ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബലരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.